ഹായ്, എല്ലാ കൂട്ടുകാർക്കും സനു വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ പോപ്പുലർ ഹ്യുണ്ടായി അവരുടെ ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ഓഫറുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൽ ബെസ്റ്റ് ഓഫറായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് i20യുടെ ഓഫറാണ്. i20ക്ക് ഏകദേശം 65,000 രൂപ വരെ ഓഫറുകളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത് i20യുടെ സ്പോർട്ട് ഓപ്ഷണൽ വേരിയൻ്റ് ആണ്. i20യിൽ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന വേരിയൻറ്റ് സ്പോർട്ട് അല്ലെങ്കിൽ സ്പോർട്ട് ഓപ്ഷണൽ വേരിയൻ്റ് ആണ്. കാരണം അതിനകത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കും മാനുവലും അവൈലബിൾ ആണ്. ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നതും ഈ സ്പോർട്ട് വേരിയൻ്റ് തൊട്ടിട്ടാണ്. അപ്പോൾ ഈ വേരിയൻറ്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സാണ് കൊടുത്തിരിക്കുന്നത്, ഇപ്പോൾ എല്ലാ ഓഫറുകളും കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് എത്രയാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. അതുപോലെ i20ക്ക് മാത്രമല്ല, ഹ്യുണ്ടായുടെ ഒരുവിധ എല്ലാ വാഹനങ്ങൾക്കും ഓഫറുകൾ അവൈലബിൾ ആണ്. ഷോറൂം മൊത്തം നിങ്ങൾക്ക് കാണാം റെഡ് കളറിലുള്ള വാഹനങ്ങളാണ് കിടക്കുന്നത്. ഹ്യുണ്ടായുടെ ഒരുവിധ എല്ലാ വാഹനങ്ങളിലും റെഡ് കളറും അവൈലബിൾ ആണ്. ഇനി മറ്റു വാഹനങ്ങളുടെ ഓഫർ നോക്കുകയാണെങ്കിൽ വെന്യൂവിന് ഏകദേശം 60,000 രൂപ ഓഫറും i10ന് 68,000 രൂപ ഓഫറും ഇപ്പോൾ എക്സ്റ്ററിന് 40,000 രൂപ വരെ ഓഫർ അവൈലബിൾ ആണ്. ഏറ്റവും കൂടുതൽ ഓഫർ കൊടുത്തിരിക്കുന്നത് നമ്മുടെ വെർണയ്ക്കാണ്. ഏകദേശം 88,000 രൂപ വരെ ഓഫർ നിങ്ങൾക്ക് വെർണയ്ക്കും സ്വന്തമാക്കാം. i20യിൽ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന വേരിയൻറ്റ് ഈ സ്പോർട്ട് അല്ലെങ്കിൽ സ്പോർട്ട് ഓപ്ഷണൽ വേരിയൻ്റ് ആണ്. സ്പോർട്ടും സ്പോർട്ട് ഓപ്ഷണൽ വേരിയൻറ്റും തമ്മിൽ ഏകദേശം 40,000 രൂപയുടെ ഡിഫറൻസ് ആണ് വരുന്നത്. ആ 40,000 രൂപയ്ക്ക് അഡീഷണലി നിങ്ങൾക്കൊരു സൺറൂഫ് കിട്ടും, അകത്തൊരു വയർലെസ് ചാർജർ ലഭിക്കും. മറ്റെല്ലാ ഫീച്ചേഴ്സും എക്സാക്ട്ലി സെയിം ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ടോപ്പ് എൻഡിൻ്റെ അതേ ലുക്കിൽ ഇറങ്ങുന്ന ഒരു മിഡ് വേരിയൻറ്റ് ശരിക്കും ഈ ഒരു സ്പോർട്ട് വേരിയൻ്റ് ആണ്. ഈ വേരിയൻറ്റിൻ്റെ എക്സ്റ്റീരിയർ എന്നുള്ള മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഹെഡ്ലൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹാലജനായിട്ടൊരു ഹെഡ്ലൈറ്റ് യൂണിറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഹൈ ബീമും ലോ ബീമും അതിനകത്ത് തന്നെ കൊടുത്തിരിക്കുന്നു. നമുക്ക് അതിനകത്ത് തന്നെ ഒരു പാർക്ക് ലൈറ്റും ഉൾപ്പെടുത്തിയിരിക്കുന്നത് കാണാം. അതിനോട് ചേർന്ന് തന്നെ നമുക്ക് ഹാലജനായിട്ടുള്ള 10 ഇൻഡിക്കേറ്റേഴ്സ് കാണാം. താഴെയായിട്ട് നമുക്ക് ഫോഗ് ലൈറ്റ് ഒന്നും വരുന്നില്ല. ഒരു DRL വരുന്നുണ്ട്, ഒരു ജുവൽ ടൈപ്പിലുള്ള DRLs ആണ്. അത് അത്യാവശ്യം ബ്രൈറ്റ് ആണ്, അത് ഫോഗ് ലൈറ്റിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല. ഫ്രണ്ടിൽ നമുക്ക് ഒരു സിൽവർ കളറിൽ സ്കിഡ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന ഭാഗം കൊടുത്തിട്ടുണ്ട്. i20 ശരിക്കും ഒരു സ്പോർട്ടി ലുക്കാണ് ഫ്രണ്ടിൽ നിന്ന് തരുന്നത്. ഫ്രണ്ടിലെ ഗ്രില്ല് കാര്യങ്ങളാണെങ്കിൽ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. 170 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് i20ക്ക് വരുന്നത്. അപ്പോൾ ഫ്രണ്ടിലെ ലിപ്പൊക്കെ ഒന്ന് പൊങ്ങി നിൽക്കുന്നത് കൊണ്ട് അടി തട്ടുമെന്നുള്ള പേടി കാര്യങ്ങളൊന്നും വേണ്ട. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അലോയ് വീല് പോലെ തോന്നിക്കുന്ന വീൽ കപ്പുകളാണ് വരുന്നത്. ഇത് 195, 55 or 16 ആണ് ടയർ സൈസ് വരുന്നത്. ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കുകളുമാണ്. ഇത് ഒരു ഹൈപ്പർ സ്റ്റൈൽ വീൽസ് എന്നാണ് പറയുന്നത്. ഒരു അലോയ്സിൻ്റെ അതേ ലുക്കാണ്, പക്ഷേ അലോയ്സ് അല്ല, വീൽ കപ്പുകളാണ്. നടുക്ക് ഹ്യുണ്ടായുടെ ലോഗോ കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. ടോപ്പ് എൻഡ് വേരിയൻറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരു ഡയമണ്ട് കട്ട് അലോയ് വീൽസ് വരുന്നുണ്ട്. ഇത് ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണ്. ഓട്ടോ എന്ന് പറഞ്ഞ ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു. LED 10 ഇൻഡിക്കേറ്റേഴ്സ് മിറേഴ്സിൽ ഇൻസേർട്ട് ചെയ്തിരിക്കുന്നതാണ്. ഇതാണ് വശങ്ങളിൽ നിന്നുള്ളൊരു ലുക്ക്. താഴെ നമുക്ക് ഒരു ബ്ലാക്ക് ക്ലാഡിങ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. അതിലൂടെ i20 എന്ന് പറഞ്ഞ ബാഡ്ജിങ് ഒക്കെ കാണാം. ഇതിൽ കീലെസ് എൻട്രി പോലെയുള്ള ഫീച്ചേഴ്സ് ഒന്നും വരുന്നില്ല. നമുക്കൊരു ക്രോം വിൻഡോ ലൈൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ബാക്ക് വശം വരെ പോകുന്നുണ്ട്. നമുക്ക് റൂഫ് റെയിൽസ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. നമുക്ക് ഇത് സ്പോർട്ട് ഓപ്ഷണൽ വേരിയൻ്റ് ആയതുകൊണ്ട് സൺറൂഫ് കൊടുത്തിരിക്കുന്നു. ബാക്കിൽ ഷാർക്ക് ഫിൻ ആൻറ്റിന കാണാം. വേറെ എടുത്തു പറയത്തക്ക ഫീച്ചേഴ്സ് ഒന്നും വശങ്ങളിൽ വരുന്നില്ല. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ടോപ്പ് എൻഡുമായിട്ട് ആകെ മിസ്സിംഗ് വരുന്ന ബാക്കിലെ വൈപ്പർ മാത്രമാണ്. മറ്റെല്ലാ ഫീച്ചേഴ്സും സിമിലർ ആയിട്ട് കൊടുത്തിരിക്കുന്നു. i20യിൽ ബാക്കിലൊരു സ്പോയിലർ ഉണ്ട് എങ്കിൽ അത് നല്ലൊരു സ്പോർട്ടി ലുക്ക് തരും. നമ്മുടെ എൻലൈൻ വേരിയൻറ്റുകളൊക്കെ ഒരു സ്പോയിലർ കാണാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഷോറൂമിൽ നിന്ന് അത് ആക്സസറൈഡ് ചെയ്യാം. അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ i20യുടെ ബാക്കിൽ നിന്നുള്ള ലുക്ക് ശരിക്കും ഒരു സ്പോർട്ടി ലുക്ക് കിട്ടും. മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു. ബാക്കിൽ ഡിഫോഗറുള്ള ഗ്ലാസ്സാണ്, വൈപ്പറൊന്നും വരുന്നില്ല. ബാക്കിൽ നമുക്ക് ടെയിൽ ലൈറ്റ് ഇവിടെ ഒരു Z ഷേപ്പിൽ LED ടെയിൽ ലൈറ്റുകളാണ്. ഇതിവിടെ സ്റ്റോപ്പ് ലൈറ്റായിട്ട് ഫംഗ്ഷൻ ചെയ്യും. അതിനകത്ത് ഇൻഡിക്കേറ്റേഴ്സ് ഹാലജനായിട്ടും റിവേഴ്സ് ലൈറ്റ് ഹാലജനായിട്ടും കൊടുത്തിരിക്കുന്നു. ബാക്കിലൊരു ക്രോം ലൈൻ കാര്യങ്ങൾ പോകുന്നുണ്ട്. അപ്പോൾ ദൂരെ നിന്നൊക്കെ നോക്കുമ്പോൾ ഒരു DRL ഒക്കെ പോലെ നമുക്ക് തോന്നും, പക്ഷേ DRL ഒന്നും തന്നെ വരുന്നില്ല. ഇവിടെ സ്പോട്ട് എന്ന് പറഞ്ഞ ബാഡ്ജും കൊടുത്തിരിക്കുന്നു. i20 ബാക്കിൽ 2 പാർക്കിംഗ് സെൻസേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിലും ഒരു സിൽവർ കളർ സ്കിഡ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന ഭാഗം ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെ എല്ലാം നമുക്കൊരു റെഡ് കളറിൽ റിഫ്ലക്റ്റേഴ്സ് കാണാം. ഇവിടെ എല്ലാം ഒരു സ്പോർട്ടി എലമെൻ്റ് എന്നുള്ള രീതിയിലൊരു ഡിസൈൻ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ബൂട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു പാഴ്സൽ ട്രേ ഈ വേരിയൻറ്റിൽ വരുന്നുണ്ട്. 311 ലിറ്ററിൻ്റെ സ്ക്വയറിഷ് ആയിട്ടുള്ളൊരു ബൂട്ടാണ് കൊടുത്തിരിക്കുന്നത്. വേറെ ബൂട്ട് ലൈറ്റോ കാര്യങ്ങളൊന്നും തന്നെ കൊടുത്തിട്ടില്ല. സീറ്റ് നമുക്ക് ബെഞ്ച് ഫോൾഡിംഗ് ആണ് വരുന്നത്. 60/40 സ്പ്ലിറ്റ് ഫോൾഡിംഗ് ഒന്നും ഈ വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഹെഡ് റെസ്റ്റുകളാണെങ്കിലും ഫിക്സഡ് ഹെഡ് റെസ്റ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. സ്പെയർ വീൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ബേസ് വേരിയൻറ്റിൽ വരുന്ന 15 ഇഞ്ച് വീൽസാണ് സ്പെയർ വീലായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ എന്നുള്ള ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ റിക്വസ്റ്റ് സെൻസറോ കാര്യങ്ങളൊന്നും തന്നെ ഇതിനകത്ത് വരുന്നില്ല. നമ്മൾ ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരു ഡ്യുവൽ ടോൺ ഇൻറ്റീരിയർ ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് കളർ, ഒരു ഓഫ് വൈറ്റ് ആൻഡ് ബ്ലാക്ക് കളറിലുള്ള ഇൻറ്റീരിയർ ആണ്. ഇപ്പോൾ എല്ലാ വേരിയൻറ്റുകളുടെയും ഇൻറ്റീരിയറിലെ ഡിസൈൻ കാര്യങ്ങളൊക്കെ സിമിലർ ആണ്. ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡ്യുവൽ ടോൺ കളർ കൊടുത്തിരിക്കുന്നു. ഇവിടെ എല്ലാം നമുക്ക് ഒരു ലെതർ ഫിനിഷോട് കൂടിയ സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽ കാണാം. 4 ഡോർ പവർ വിൻഡോൻ്റെ കൺട്രോൾ, ലോക്ക് ആൻഡ് അൺലോക്ക്, മിറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഡോർ
ഡോർ ഹാൻഡിൽസ് എല്ലാം ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ കാണാം. ഇവിടെ ഒരു ട്യൂട്ടർ ഗ്രില്ല് കാണാം. താഴെ സ്പീക്കർ കൊടുത്തിരിക്കുന്നു. കപ്പ് ഹോൾഡേഴ്സ് കാണാം. ഡ്രൈവർ സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഡ്രൈവർ സീറ്റിൻ്റെ ഒരു അപ്പോൾസറി കാര്യങ്ങളാണെങ്കിലും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടോണി കൊടുത്തിരിക്കുന്നു. ഇത് ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണ്. ഡെഡിക്കേറ്റഡ് ഡെഡ് പെഡൽ കാണാം. നമുക്കിവിടെ ട്രാക്ഷൻ കൺട്രോളിൻ്റെ ബട്ടൺ കൊടുത്തിരിക്കുന്നു. ഡ്രൈവ് മോഡുകളുടെ ഒരു ബട്ടൺ കൊടുത്തിരിക്കുന്നു. ഹെഡ് ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. AC വെൻസിലെല്ലാം ഒരു സിൽവർ ഫിനിഷ് കാണാനായിട്ട് പറ്റും. ഇതാണ് i20യുടെ കീ വരുന്നത്. നമുക്ക് ലോക്ക് ആൻഡ് അൺലോക്ക് ഓപ്ഷനോട് കൂടിയ ഹോൾഡ് ചെയ്ത് ബൂട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഫുള്ളി ഫംഗ്ഷണൽ ആയിട്ട് ഒരു ഫ്ലിപ്പ് കീയും ഒരു നോർമൽ കീ ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സ്പോട്ട് അല്ലെങ്കിൽ സ്പോട്ട് ഓപ്ഷണൽ വേരിയന്റിൽ കീലെസ് എൻട്രി, പുഷ് ബട്ടൺ സ്റ്റാർട്ട് പോലെ ഫീച്ചേഴ്സ് ഒന്നും ഹ്യുണ്ടായി ഉൾപ്പെടുത്തിയിട്ടില്ല. ഇന്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഒരു പ്രീമിയം ഹാച്ച് ബാക്കിന് വേണ്ട എല്ലാ ലുക്കും അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു മിഡ് വേരിയന്റിൽ ഹ്യുണ്ടായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പഴയ ക്രെറ്റയിലൊക്കെ കണ്ട ഒരു സെയിം സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ഫ്ലാറ്റ് ബോട്ടമാണ്. താഴെ ഒരു സിൽവർ ഫിനിഷ് കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നു. മൾട്ടി ഫംഗ്ഷണൽ ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ്. ഇടതുവശത്ത് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസും വലതുവശത്ത് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനും ക്രൂസ് കൺട്രോളിന്റെ ഓപ്ഷൻസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്റ്റിയറിംഗ് വീല് ലെതർ റാപ്ഡ് എന്നുള്ള നോർമൽ സ്റ്റിയറിംഗ് ആണ്. ടിൽറ്റ് ചെയ്യാനും ടെലസ്കോപ്പിക് ചെയ്യാനുള്ള ഓപ്ഷനോട് കൂടിയ സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. ഇടതുവശത്തായിട്ട് നമുക്ക് വൈപ്പറിന്റെ കൺട്രോൾസും വലതുവശത്ത് ഹെഡ്ലൈറ്റിന്റെ കൺട്രോൾസും കാണാം. ഹെഡ്ലൈറ്റിൽ നമുക്ക് ഓട്ടോ ഹെഡ്ലൈറ്റിന്റെ ഓപ്ഷൻസ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ഇത് ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ്. 2 ഡ്രൈവ് മോഡുകളും കാണാം. നമ്മളുടെ ഡ്രൈവർ സൈഡിലെ വലതുവശത്തായിട്ട് ഡ്രൈവ് മോഡുകളുണ്ട്. അതിനകത്ത് സ്പോർട്ട് ആൻഡ് നോർമൽ ഈ ഓട്ടോമാറ്റിക് വേരിയന്റുകൾ 2 ഡ്രൈവ് മോഡുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നാൽ ഒരു ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ യൂണിറ്റ് ആണ്. സ്പീഡോമീറ്ററും RPM മീറ്ററും എല്ലാം ഡിജിറ്റലായിട്ട് കൊടുത്തിരിക്കുന്നു. അതിൻ്റെ നടുക്കൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ, അതിനകത്ത് അത്യാവശ്യം വേണ്ട എല്ലാ ഇൻഫർമേഷൻസും കൊടുത്തിട്ടുണ്ട്. അത് ടോഗിൾ ചെയ്യാനുള്ള ബട്ടൺ നമ്മളുടെ സ്റ്റിയറിംഗ് വീലിൽ വലതുവശത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ടയർ പ്രഷർ വാർണിംഗ്, ആവറേജ് ഫ്യൂവല്, ഡിസ്റ്റൻസ് ടു എംറ്റി, അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും നമുക്ക് അറിയാനായിട്ട് പറ്റും. പിന്നെ 10x10 നാവിഗേഷൻസിൻ്റെ ഫീച്ചേഴ്സും അതിനകത്ത് വരാറുണ്ട്. പിന്നെ നമ്മളുടെ FM കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു ഐഡൻറ്റിഫിക്കേഷനും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹ്യുണ്ടായുടെ ഒരുവിധ എല്ലാ വാഹനങ്ങളിലും കാണുന്ന ഒരു 8 ഇഞ്ചിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീനാണ്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വയർലെസ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഫിസിക്കൽ ബട്ടണുകളാണ് വശങ്ങളിൽ കാണുന്നത്. ഇതൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ്. ഇതിപ്പോൾ പുതിയ വാഹനമായതുകൊണ്ട് അതിൻ്റെ സ്റ്റിക്കർ കാര്യങ്ങൾ അതിനകത്ത് ഒട്ടിച്ച് വെച്ചിരിക്കുന്നതാണ്. പലരും ഈ ഒരു സ്റ്റിക്കർ വെച്ച് തന്നെ കുറേ നാൾ വാഹനം ഓടിക്കുന്നത് കണ്ടിട്ടുണ്ട്. ശരിക്കും അത് പൊളിച്ചു കഴിഞ്ഞാൽ ഒരു ലുക്കിൽ ഓടിക്കായിരിക്കും എപ്പോഴും നല്ലത്. അതിന് 4 സ്പീക്കറും 2 ട്യൂട്ടറോടും കൂടിയ നല്ല ക്ലാരിറ്റി ഉള്ള ഒരു മ്യൂസിക് സിസ്റ്റമാണ്. USB എല്ലാം കണക്ട് ചെയ്ത് നമുക്ക് മ്യൂസിക് പ്ലേ ചെയ്യാനായിട്ട് പറ്റും. അതിൽ അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ള റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട്. അതിൽ അഡാപ്റ്റീവ് ഗൈഡ് ലൈൻസോട് കൂടിയ റിവേഴ്സ് ക്യാമറയാണ്. പാർക്കിംഗ് സെൻസേഴ്സിൻ്റെ ഇൻഡിക്കേഷൻ നമുക്ക് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലും അറിയാനായിട്ട് പറ്റും. ഇനി അതിന് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിൻ്റെ യൂണിറ്റ് കാണാം. അതിന് താഴെയായിട്ട് നമുക്ക് ഇവിടെ ഒരു 12 വോൾട്ടിൻ്റെ ചാർജിംഗ് പോർട്ട് കൊടുത്തിരിക്കുന്നു. ഇവിടെ USB Type-C ചാർജിംഗ് പോർട്ട് കൊടുത്തിരിക്കുന്നു. ഇവിടെ USB കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ. ഇവിടെ നമുക്കൊരു വയർലെസ് ചാർജിംഗ് പാഡ് സ്പോർട്ട് ഓപ്ഷണൽ വേരിയന്റിൽ വരുന്നുണ്ട്. ഇത് നമ്മളുടെ ഓട്ടോമാറ്റിക് ഗിയർ ലിവറാണ്. IVT ആണ് ഇതിനകത്ത് ഗിയർ ബോക്സ് വരുന്നത്. അതിന് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കപ്പ് ഹോൾഡേഴ്സ് കാണാം. ഒരു അത്യാവശ്യം നല്ല സോഫ്റ്റ് ടോപ്പോട് കൂടിയ ഒരു സെന്റർ ആംബ്രസ്റ്റ് കൊടുത്തിരിക്കുന്നു. അതിനകത്ത് അത്യാവശ്യം ഡീപ്പായിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് കാണാനായിട്ട് പറ്റും. കംഫർട്ടായിട്ടുള്ള ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റാണ്. നമ്മളുടെ സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും കൊടുത്തിട്ടില്ല. സ്പ്രിംഗ് ആയിട്ടുള്ള ഒരു ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു. കോ ഡ്രൈവർ സൈഡിൽ സൺവൈസസ് വിത്ത് മിററാണ് കൊടുത്തിരിക്കുന്നത്. സെന്റർ IRVMs, മാനുവൽ ഡിമ്മിങ്ങുള്ള IRVMs കാണാം. ഡ്രൈവർ സൈഡിലെ സൺവൈസസ് ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ് വരുന്നത്. നമുക്ക് ഇവിടെ സെൻട്രലായിട്ടൊരു സൺഗ്ലാസ് ഹോൾഡറും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ റീഡിംഗ് ലൈറ്റ് കാര്യങ്ങളെല്ലാം ഹാലജനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾക്കൊരു സൺറൂഫ് കാണാം. ഈ ഒരു സ്പോട്ട് ഓപ്ഷണൽ വേരിയന്റിൽ ഒരു സിംഗിൾ ഡിൻ സൺറൂഫ് വരുന്നുണ്ട്. അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ബാക്ക് ഡോറുകളാണ്. ഫുള്ളി വൈഡായിട്ട് തുറക്കാൻ പറ്റും. ഓൾമോസ്റ്റ് ഒരു 90 ഡിഗ്രി. ഡോർ പാഡ് കംപ്ലീറ്റ്ലി വൈറ്റ് കളറിലാണ് വരുന്നത്. ആ ഓഫ് വൈറ്റ് കളർ. ഡോർ ഹാൻഡിൽസും മാത്രം ആ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ഇവിടെ എല്ലാം നമുക്ക് സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽ അല്ല, ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. പവർ വിൻഡോന്റെ കൺട്രോൾ കാണാം. ബാക്കിലേക്ക് നമുക്ക് AC വെൻസ് കൊടുത്തിട്ടുണ്ട്. താഴെ നമുക്കൊരു USB ചാർജിങ് പോർട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെ എല്ലാം സ്റ്റോറേജ് സ്പേസ് ആണ്. ഹെഡ് റെസ്റ്റ് എന്തുകൊണ്ടോ ഫിക്സഡ് ഹെഡ് റെസ്റ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. അത് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ആയിരുന്നുവെങ്കിൽ കുറച്ചും കൂടി കംഫർട്ടബിൾ ആയേനെ എന്ന് എനിക്ക് തോന്നുന്നു. ഈ സീറ്റ് ബെൽറ്റ് നമ്മൾക്ക് ലോക്ക് ചെയ്ത് വെക്കാനായിട്ടുള്ള സ്പേസ് കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതെന്താണല്ലോ ഒരു ക്ലെവർ ടച്ച് ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ നമുക്ക് സെൻറ്റർ ആംബ്രസ്റ്റ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. 3 പേർക്കുള്ള ഡെഡിക്കേറ്റഡ് സീറ്റ് ബെൽറ്റുകളും ഐസോഫിക്സ് സ്റ്റൈൽ സീറ്റിൻ്റെ ഓപ്ഷൻസും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ബാക്കിലേക്ക് കയറി ഇരുന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് നീ റൂം കാണാനായിട്ട് പറ്റും. ഹെഡ് റൂം നോക്കുകയാണെങ്കിൽ നമ്മൾ നിവർന്നിരുന്നാൽ പോലും ഏകദേശം ഒരു 10-12 സെൻറ്റിമീറ്റർ നമുക്ക് ഹെഡ് റൂം ബാലൻസ് കാണാം. സൺറൂഫ് ഉണ്ടെങ്കിൽ സൺറൂഫിന് ഓപ്പണിംഗ് ഇവിടം വരെയാണ് വരുന്നുള്ളൂ. ഹെഡ് റൂമിൽ കൺസേൺസ് ഒന്നുമില്ല. വൈഡ് ആയിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. 3 പേർക്കൊക്കെ സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാനായിട്ട് പറ്റും. ബാക്കിൽ നമുക്കിവിടെ റീഡിംഗ് ലൈറ്റ് വരുന്നുണ്ട്. ബാക്കിൽ ഹാലജനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ 2 വശത്തും കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഹുക്ക് കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. i20യുടെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ബേസ് വേരിയന്റ് തൊട്ട് ഇപ്പോൾ 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. അത് ഹ്യുണ്ടായുടെ എല്ലാ
കാറുകളിലും ബേസ് വേരിയൻ്റ് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആണ്. പിന്നെ ABS, EBD, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ്, ടയർ പ്രഷർ വാർണിംഗ്, അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും ഹ്യുണ്ടായി i20 ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ട്രൈഡ് ആൻഡ് ടെസ്റ്റഡ് ആയിട്ടുള്ള 1.2 ലിറ്റർ 4 സിലിണ്ടർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനാണ് വിത്ത് 5 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ IVT ഗിയർ ബോക്സ് ആണ് വരുന്നത്. കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് മാനുവലിന് 21.8ഉം ഓട്ടോമാറ്റിക്കിന് 19.3ഒക്കെയാണ്. റിയൽ ലൈഫിൽ മാനുവൽ ഓടിക്കുന്നവർക്ക് ഒരു 15-16 അടുത്ത് മൈലേജും ഓട്ടോമാറ്റിക്കിന് ഒരു 13-15 അടുത്തൊക്കെ മൈലേജ് ലഭിക്കുന്നുണ്ട്. ഓട്ടോമാറ്റിക് ടോപ്പ് എൻഡിലേക്ക് പോയി നമുക്ക് പാഡിൽ ഷിഫ്റ്റേഴ്സ് കാര്യങ്ങൾ വരുന്നുണ്ട്. സ്പോട്ട് ഓപ്ഷന് വേണ്ടി പാഡിൽ ഷിഫ്റ്റേഴ്സ് ഒന്നും വരുന്നില്ല. പാഡിൽ ഷിഫ്റ്റേഴ്സ് ഒക്കെ ഉപയോഗിച്ച് നല്ല രീതിയിൽ ഓടിക്കുകയാണ് എങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 15 അടുത്ത് ഓട്ടോമാറ്റിക്കിന് മൈലേജ് ലഭിക്കും. ഈ i20യുടെ എൻ്റെ ഒരു ഫ്രണ്ടിന് i20 ഉണ്ട്. ആള് ഓട്ടോമാറ്റിക്കാണ് ഉപയോഗിക്കുന്നത്. ആൾക്കൊരു 13-14 അടുത്ത് ആവറേജ് മൈലേജ് ലഭിക്കുന്നുണ്ട്. പലരും ഓൺലൈൻ വീഡിയോസിലും നമ്മുടെ റിവ്യൂലൊക്കെ കമൻറ്റ് കാണാം 10 മൈലേജ് 12 മൈലേജ് നല്ല രീതിയിൽ ഓടിക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല മൈലേജ് ഈ വാഹനത്തിന് ലഭിക്കും. i20യുടെ ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ഓഫറായിട്ട് മാനുവൽ വേരിയന്റിന് 65,000 രൂപ വരെ ഓഫറും ഓട്ടോമാറ്റിക്കിന് 50,000 രൂപ വരെ ഓഫർ അവൈലബിൾ ആണ്. അതിപ്പോൾ ബേസ് വേരിയന്റ് ടോപ്പ് എൻഡ് വരെ സിമിലർ ഓഫറുകളാണ് കൊടുത്തിരിക്കുന്നത്. എൻലൈനിൽ മാത്രം ഡിഫറൻറ്റ് ഉണ്ട്. എൻലൈനിൽ 35,000 രൂപ വരെ ഓഫറാണ് കൊടുത്തിരിക്കുന്നത്. ബേസ് വേരിയന്റ് ഇപ്പോൾ ഇറ വരുന്നില്ല, ആരും ബുക്ക് ചെയ്യുന്ന പോലും ഇല്ല. ബേസ് വേരിയന്റ് ആയിട്ട് ഇപ്പോൾ ഷോറൂമുകളിൽ വരുന്നത് മാഗ്ന വേരിയന്റ് ആണ്. മാഗ്നയ്ക്ക് മാനുവൽ മാത്രമേ ഉള്ളൂ. മാഗ്ന വേരിയന്റിന്റെ ഓൺ റോഡ് പ്രൈസ് വന്നിരുന്നത് 9,14,000 രൂപയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് 8,40,000 രൂപയ്ക്ക് എല്ലാ ഓഫറുകളും കഴിഞ്ഞ് മാഗ്ന വേരിയന്റ് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്പോട്ട് ഓപ്ഷണൽ വേരിയന്റ് ആണ്. സ്പോർട്ട് വേരിയന്റ് വരുന്നുണ്ട്, സൺറൂഫും വയർലെസ് ചാർജറും ഇല്ലാത്തത്. ആ വേരിയന്റ് മാനുവലിന് 9,87,000 രൂപയായിരുന്നു. ഇപ്പോൾ 9,13,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാം. ഇപ്പോൾ ഇതിന്റെ IVT വേരിയന്റ്, അതായത് ഓട്ടോമാറ്റിക്കലി AMT കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഇതിന്റെ കോമ്പറ്റീറ്റേഴ്സ് എല്ലാം AMT കൊടുക്കുമ്പോൾ i20ൽ IVT ആണ് വരുന്നത്. IVTക്ക് 11,08,000 രൂപയായിരുന്നു ഓൺ റോഡ് പ്രൈസ്. ഇപ്പോൾ 10,50,000 രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാം. നമ്മളിപ്പോൾ സ്പോട്ട് ഓപ്ഷണൽ വേരിയന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ 40,000 രൂപയാണ് നമ്മൾ അഡീഷണൽ പേ ചെയ്യേണ്ടത് സൺറൂഫിനും വയർലെസ് ചാർജിനും വേണ്ടി. അപ്പോൾ അതിന്റെ സ്പോട്ട് ഓപ്ഷണൽ മാനുവൽ വേരിയന്റിന് 9,53,000 രൂപയും ഓട്ടോമാറ്റിക്കിന് 10,90,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഇപ്പോൾ നമ്മളുടെ ബലേനയോട് കമ്പയർ ചെയ്യുമ്പോൾ ബലേന ടോപ്പ് എൻഡ് വേരിയന്റിൽ വരുന്ന അത്രയും ഫീച്ചേഴ്സ് ഇതിന്റെ ഈ ഒരു സ്പോട്ട് വേരിയന്റിൽ വരുന്നുണ്ട്. അഡീഷണലി നമുക്ക് സൺറൂഫും അവൈലബിൾ ആണ്. പിന്നെ ബലേനയിൽ നമുക്ക് AMT വരുമ്പോൾ ഇതിനകത്ത് നമുക്ക് IVT വരുന്നുണ്ട്. മൈലേജിൽ മാത്രമാണ് ചെറിയൊരു ഡിഫറൻസ്. പക്ഷേ മാനുവൽ വേരിയന്റിന് ഓൾമോസ്റ്റ് സിമിലർ മൈലേജ് രണ്ട് വാഹനങ്ങൾക്കും ലഭിക്കും. ഓട്ടോമാറ്റിക്കിലേക്ക് വരുമ്പോൾ കുറച്ച് മൈലേജ് ഇതിനകത്ത് കുറവാണ്, i20ക്ക് കുറവാണെങ്കിലും അത് ആ IVT ട്രാൻസ്മിഷൻ ആയതുകൊണ്ടാണ്. പക്ഷേ നല്ല കംഫർട്ടായിട്ട് നല്ല അടിപൊളിയായിട്ട് ഓടിച്ചുകൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു ഓട്ടോമാറ്റിക്കാണ് ഈ IVT ഗിയർ ബോക്സ്. അതുപോലെ തന്നെ i20ക്ക് മാത്രമല്ല ഹ്യുണ്ടായുടെ ഒരുവിധ എല്ലാ വാഹനങ്ങൾക്കും ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ഓഫറുകൾ അവൈലബിൾ ആണ്. എക്സ്റ്റർ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന ഒരു വേരിയന്റ് എക്സ്റ്ററിന്റെ SX വേരിയന്റ് ആണ്. SX വേരിയന്റിന്റെ ഓഫ് റോഡ് കൂടി ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ 9,69,000 രൂപയായിരുന്നു. ഇപ്പോൾ 9,20,000 രൂപയ്ക്കോ അതിൽ താഴെ പ്രൈസിനോ നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാം. അതിന്റെ AMT ആണെങ്കിൽ ഏകദേശം 10 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. 10-40 ആ റേഞ്ചൊക്കെ വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ 10 ലക്ഷം രൂപ താഴെ പ്രൈസിന് നിങ്ങൾക്ക് എക്സ്റ്ററിൽ ഓൺ റോഡ് ഇറക്കാം. വെന്യൂലേക്ക് വന്നാലും അങ്ങനെ തന്നെയാണ്. വെന്യൂ S വേരിയന്റിന് ഏകദേശം ഒരു 10,50,000 രൂപ താഴെയും SX വേരിയന്റ് ഏകദേശം ഒരു 13 ലക്ഷം രൂപയ്ക്കും നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. അങ്ങനെ അത്യാവശ്യം എല്ലാ കാറുകളുടെ ഒരുവിധ എല്ലാ വേരിയന്റുകൾക്കും ഓഫർ കാര്യങ്ങൾ അവൈലബിൾ ആണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുൾ ആയി തോന്നിക്കഴിഞ്ഞാൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. റെഗുലർ വ്യൂവേഴ്സ് ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഹ്യുണ്ടായുടെ മാത്രമല്ല, നമ്മൾ മാരുതിയുടെ ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ഓഫറുകൾ ചെയ്തിട്ടുണ്ട്, നിസാന്റെ ചെയ്തിട്ടുണ്ട്, പിന്നെ നമ്മളുടെ ടൊയോട്ടയുടെയും ചെയ്തിട്ടുണ്ട്. എല്ലാ വീഡിയോയും ചാനലിൽ അവൈലബിൾ ആണ്. അത്യാവശ്യം എല്ലാ മാനുഫാക്ചേഴ്സും എല്ലാ വാഹനങ്ങൾക്കും ഓഫറുകൾ കൊടുക്കുന്നുണ്ട്. ഹ്യുണ്ടായി റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഇൻഫർമേഷനും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മൂവാറ്റുപുഴയിലുള്ള പോപ്പുലർ ഹ്യുണ്ടായുടെ നമ്പർ കൊടുക്കാം. നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഹ്യുണ്ടായിൽ ഇപ്പോൾ നമുക്ക് വരുന്ന ഡിസംബർ 13, 14, 15 തീയതികളിൽ ഒരു ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് മീറ്റ് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കൊരു യൂസ്ഡ് കാർ വിൽക്കാനോ വാങ്ങാനോ ഉണ്ട് എങ്കിൽ ആ മീറ്റിൽ പങ്കെടുക്കുക. ഇടനിലക്കാരൊന്നും ഇല്ലാണ്ട് 1 രൂപ പോലും കമ്മീഷനോ കാര്യങ്ങളോ കൊടുക്കാണ്ട് നിങ്ങൾക്ക് വാഹനം വാങ്ങാനും വിൽക്കാനും പറ്റും. ആ സമയത്ത് നിങ്ങളുടെ ഒരു യൂസ്ഡ് കാർ കൊടുത്തിട്ട് പുതിയൊരു ഹ്യുണ്ടായുടെ കാറാണ് എടുക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് 50,000 രൂപ വരെ 30,000 രൂപ വരെ അഡീഷണൽ ക്യാഷ് ഡിസ്കൗണ്ടുകളും അവൈലബിൾ ആണ്. അപ്പോൾ ആ മീറ്റിൽ പങ്കെടുക്കാനുള്ള ലിങ്ക് ഞാൻ വീഡിയോയുടെ താഴെ കൊടുക്കാം. 2 ഗൂഗിൾ ഫോമുകളാണ്. ഫോം ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്താൽ മതിയാകും. പോപ്പുലർ ഹ്യുണ്ടായുടെ മൂവാറ്റുപുഴ ഷോറൂമിലല്ല, ഒരുവിധ എല്ലാ ഷോറൂമുകളിലും ഈ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് മീറ്റ് അവൈലബിൾ ആണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.